ശിരൂരിൽ അർജുനായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഡ്രഡ്ജർ എത്തും വരെ ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്രഡ്ജർ എന്ന് എത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഡ്രഡ്ജർ എത്തിക്കാനുള്ള പണം നൽകാൻ തയ്യാറാണെന്ന് ട്രക്ക് ഉടമ മനാഫ് 24-നോട് പറഞ്ഞു. ഡൈവിംഗ് അടക്കം എല്ലാ തരത്തിലുമുള്ള രക്ഷാദൗത്യവും ഗംഗാവലി പുഴയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നദിയിലെ ഒഴുക്ക് കുറഞ്ഞതും വെള്ളം തെളിഞ്ഞതുമൊന്നും ജില്ലാ ഭരണകൂടം പരിഗണിക്കുന്നില്ല. ഡ്രഡ്ജർ എത്തും മുമ്പ് ആൽമരമടക്കം നദിയിലുള്ള അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ പോലും അനുവദിക്കുന്നില്ല. എന്നാൽ ഡ്രഡ്ജർ എന്നെത്തുമെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയുമില്ല. നാളെ എത്തുമെന്ന് MLA പറഞ്ഞ ഉറപ്പ് പാഴ്വാക്കായെന്ന് ഉറപ്പാണ്. ശനിയാഴ്ചയെങ്കിലും ആവുമെന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ഷിപ്പിംഗ് കമ്പനി പറയുന്നു. ഇന്ന് കർണാടക തുറമുഖ വകുപ്പ് പുഴയിൽ ആഴപരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ 24 പകർത്തി. എന്നാൽ ചിലവ് ചൂണ്ടിക്കാട്ടി ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് തടയാനുള്ള ശ്രമം നടക്കുന്നതായി അർജുന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞു. ചെലവ് ചൂണ്ടിക്കാട്ടി ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് തടയാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. ഡ്രഡ്ജർ ആരും പൈസ മുടക്കണ്ട, നമ്മൾ മുടക്കിക്കോളാം, കുഴപ്പമില്ല. നമുക്ക് ആ സാധനം വിട്ട് തന്നാൽ മതി, പെർമിഷൻ തന്നാൽ മതി. ഈ സാധനമൊക്കെ എത്തേണ്ടോടന്ന് നമ്മൾ എത്തിച്ചു തരും, കുഴപ്പമില്ല. നമുക്ക് ആകെ വേണ്ടിയത് ഫെസിലിറ്റി തന്നാൽ മതി, ഇവിടെയുള്ള സൗകര്യങ്ങൾ സമ്മതം തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ അത് തന്നെത്താലെ വന്നോളൂ. കർണാടക സർക്കാർ എത്തിക്കുമെന്ന് പറയുന്ന ഡ്രഡ്ജർ ഈ ശനിയാഴ്ചയെങ്കിലും ആകും എന്നതാണ് കർണാടക തുറമുഖ വകുപ്പിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന വിവരം. അതിലും വൈകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. അതായത് നേരത്തെ പറഞ്ഞ തീയതികളിലൊന്നും തന്നെ ഡ്രഡ്ജർ ഇവിടെ എത്താൻ പോകുന്നില്ല. ശിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.